മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ നാളെയും തുടരും. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കരയിൽ ലോറി ഇല്ല എന്ന് സ്ഥിരീകരിച്ച സൈന്യം. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി ISRO. തെരച്ചിലിൽ തൃപ്തിയില്ലെന്ന് കുടുംബം. നിപ്പയിൽ ജാഗ്രത തുടർന്ന് കേരളം. പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവ്. ഇനി വരാനുള്ളത് സമ്പർക്ക പട്ടികയിലെ 4 പേരുടെ ഫലം. മരിച്ച 14-കാരന്റെ സഞ്ചാരപാത പുറത്തുവിട്ടു. സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ. രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 7% വരെ വളരും. ഭക്ഷ്യവില 2 വർഷത്തിനിടെ ഇരട്ടിയായി. സാമ്പത്തിക അസമത്വം രൂക്ഷമെന്നും സർവേ റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് അവതരണം നാളെ. നീറ്റ് ചോദ്യങ്ങളിലെ പിഴവുകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി. ഡൽഹി IIT ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സമിതി നാളെ 12 മണിക്ക് മുൻപ് റിപ്പോർട്ട് നൽകണം. തെളിവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി സുപ്രീം കോടതിയിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ്. മഴുവന്നൂർ പുളിന്താനം പള്ളികൾ ഏറ്റെടുത്ത് കോടതി വിധി നടപ്പാക്കാനുള്ള പോലീസ് നീക്കം പരാജയപ്പെട്ടു. കൂട്ടു തുറന്ന് അകത്ത് കടക്കാനുള്ള പോലീസ് ശ്രമം വിശ്വാസികൾ തടഞ്ഞു. പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ച് യാക്കോബായ വിഭാഗം. വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കും. പടിയിറങ്ങുന്നത് നിർണായക മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഗോൾ വല കാത്ത താരം. വൈകാരികമായ പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ.